ഇന്ത്യയിൽ ഒരു കലാപത്തിന് സാധ്യതയുണ്ട്. അതും ജെൻസികളുടെ കലാപത്തിന്. അതായത് ഈ അടുത്ത ഇടയായിട്ട് ഒന്ന് തലപൊക്കി വന്ന ഒരു പുതിയ പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ജെൻസികളുടെ ഒരു പാർട്ടി എന്നൊക്കെ പറയുന്ന കോക്രോച്ച് ജനറ പാർട്ടി ഈ ശനിയാഴ്ച ഡൽഹിയിൽ ഒരു കലാപം നടത്താനുള്ള ഒരു സാധ്യതയാണ് അവർ അണിയറയിൽ ഒരുക്കുന്നത്. ആ സാധ്യത കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ തള്ളിക്കളയുന്നില്ല. കർണാടകയിൽ ഇവർ ഒരു റോഡിൽ കൂടെ ഒരു മാർച്ചൊക്കെ നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല. കേരളത്തിൽ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ നടത്തും, അവിടേക്ക് ഇവർ എന്തൊക്കെയോ ഒരു പ്രകടനമൊക്കെ നടത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആ സമയത്ത് സംസ്ഥാന ഇന്റലിജൻസും കേന്ദ്ര ഇന്റലിജൻസും ഒക്കെ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഉണ്ടായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ. പക്ഷേ ഈ കോക്രോച്ച് ജനറ പാർട്ടി ഒന്നും അവിടെ 7 അയലത്ത് പോലും കണ്ടില്ല. നിലവിൽ അമേരിക്കയിലായിരുന്ന അഭിജിത് ദീപ്കെ ജൂൺ 6 മുമ്പ്, അതായത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ഏറ്റവും പ്രധാന കാര്യം, വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്ത് തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതകളാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇമിഗ്രേഷൻ വകുപ്പിനോട് അഭിജിത് ദീപെ എയർപോർട്ടിലേക്ക് എത്തുന്ന സ്പോട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർണായകമായ ഒരു സന്ദേശം കൈമാറിയിട്ടുണ്ട്. കോക്രോച്ച് ജനറ പാർട്ടി ഡൽഹിയിൽ ഒരു കലാപത്തിന് ശ്രമം നടത്തുകയാണ് എന്ന് സംശയിക്കേണ്ടി വരും. ഇന്ത്യയിൽ ഒരു ജെൻസി കലാപത്തിന് ഒരു വട്ടം കൂടുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം കോക്രോച്ച് ജനറ പാർട്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ US നിന്നും ഫണ്ട് വാങ്ങുന്ന എൻജിഒകളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി 2-3 ദിവസത്തിനു മുമ്പേ CBSE വിദ്യാർത്ഥികളുമായി സംസാരിച്ച് നിങ്ങൾ തെരുവിൽ ഇറങ്ങണം, നിങ്ങൾ ഇറങ്ങി വലിയൊരു പ്രക്ഷോഭമൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നലെയാണ് CJP പാർട്ടിയുടെ മുഖ്യ വക്താവായിരുന്ന സൗരവ് ദാസ് രംഗത്ത് വന്നത്. കോക്രോച്ച് ജനറ പാർട്ടിയുടെ ആദ്യ സമരം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്നും ജൂൺ 6 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് CJPയുടെ മുഖ്യ വക്താവ് സൗരവ് ദാസ് പറഞ്ഞിരിക്കുന്നത്. അഭിജിത് ദീപ്കെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നത് ഈയിടെ ലഡാക്കിനെ സ്വതന്ത്ര ഭരണമുള്ള സംസ്ഥാനമാക്കണമെന്നാവശ്യപ്പെട്ട് കലാപമുണ്ടാക്കിയ സോനം വാങ്ചുക്കാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് കളിക്കുന്നത്. അതായത് നേപ്പാളിന്റെ കലാപം, അവിടെ ജെൻസി കലാപം നടത്തിയ, അല്ലെങ്കിൽ അവിടെ ഒരു കലാപം നടത്തി അട്ടിമറി നടത്തിയ ടീം ഉണ്ട്. ശ്രീലങ്കയിൽ കലാപം നടത്തിയവരുണ്ട്, ബംഗ്ലാദേശിൽ കലാപം നടത്തിയവരുണ്ട്. അങ്ങനെ പല തരത്തിൽ പല രാജ്യങ്ങളിൽ കലാപം നടത്തിയവരെല്ലാവരും കൂടെ ശനിയാഴ്ച ഇന്ത്യയിൽ ഒത്തുകൂടുന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു ഭയം സൃഷ്ടിക്കുന്നത്. അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ നേരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കോക്രോച്ച് ജനറ പാർട്ടി പ്രവർത്തകർ ഒന്നിച്ചു പോകുമെന്നാണ്. ജന്തർ മന്ദിറിൽ സമരം നടത്താൻ അനുമതി ചോദിക്കുമെന്നാണ് പറയുന്നത്. പോലീസ് അനുമതി നൽകിയാൽ ജന്തർ മന്ദിറിൽ സമരം നടത്തും. എന്തായാലും ജന്തർ മന്ദിറിൽ സമരം നടത്താനുള്ള അനുമതി പോലീസ് നൽകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സമരക്കാർക്കും ജന്തർ മന്ദിറിലേക്ക് ക്ഷണമുണ്ട്. മര്യാദക്കാരെ പോലെയാണ് വാർത്താ സമ്മേളനത്തിൽ സൗരവ് ദാസും കൂട്ടരും പെരുമാറുന്നതെങ്കിലും ജൂൺ 6 സമരം എങ്ങനെ ആകും എന്ന കാര്യത്തിൽ ഒരു നിശ്ചയമില്ല. അതായത് അവർ വലിയ രീതിയിൽ ഒരു ആക്രമണം അഴിച്ചുവിടും, ഒരു കലാപം അഴിച്ചുവിടും എന്നത് ഇന്റലിജൻസിനും അറിയാം, ഡൽഹി പോലീസിനും അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ